ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു അഴിച്ചുപണി നടത്തുകയാണ് എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ്. സീസണിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് മിഖേൽ സ്റ്റാറേക്ക് പരിശീലക സ്ഥാനം നഷ്ടമായി. ഒരു മികച്ച പരിശീലകനെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ 4 താരങ്ങളെ ക്ലബ്ബ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വരുന്ന സമ്മറിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 താരങ്ങളെ, ഡൊമസ്റ്റിക് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ IFT ന്യൂസ് മീഡിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ വിദേശ സാന്നിധ്യമായ മിലോസ് ഡ്രിൻസിച്ചിനെ ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും. വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പകരം സമ്മറിൽ ഒരു മികച്ച വിദേശ താരത്തെ കൊണ്ടുവരാനും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുകൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഡ്രിൻസിച്ചിന് ക്ലബ്ബ് വിടേണ്ടി വരും. പകരം ഒരു മികച്ച വിദേശ സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിലോസ് ഡ്രിൻസിച്ചിന് ബ്ലാസ്റ്റേഴ്സുമായി 1 വർഷത്തെ കോൺട്രാക്റ്റ് കൂടി അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരുന്നു. പക്ഷേ സമീപകാലത്ത് ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഡ്രിൻസിച്ചിന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര സ്ഥിരതയുള്ള പ്രകടനമല്ല, പലപ്പോഴും മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല, ഒരു ലീഡർഷിപ്പും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പല ആരാധകരും ആവശ്യപ്പെട്ടിരുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും വരുന്ന സമ്മറിൽ മിലോസ് ഡ്രിൻസിച്ചിന് തൻ്റെ സ്ഥാനം നഷ്ടമാവാനാണ് സാധ്യതകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.